ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാന അവസാനിക്കുന്ന ആ സമയം നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. വൈദികൻ ദിവ്യകാരുണ്യം നൽകി സങ്കീർത്തനത്തിലേക്ക് പോകുന്നതിന് മുൻപ് പള്ളിയിലുള്ള പലരും ബാഗുകളെടുത്ത് തിരികെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. എന്നാൽ വളരെ ഭയപ്പെടുത്തുന്ന ആ സ്വർഗീയ സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. കുർബാനയുടെ അവസാനമുള്ള 5 മിനിറ്റ് സമയം നിങ്ങൾ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാതെ നിങ്ങളുടെ വീടുകളിലേക്ക് പോകാനായി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൻ്റെ തലവര മാറ്റി എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതത്തെയാണ് നിങ്ങൾ നഷ്ടമാക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ കുടുംബത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒരസുഖം മാറുമ്പോൾ മറ്റൊരു അസുഖത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഇതെല്ലാം തുടങ്ങിവെച്ചത് ഒരുപക്ഷെ നിങ്ങളായിരിക്കില്ല. തലമുറകൾക്ക് മുൻപേ നിങ്ങളുടെ പൂർവികർ ആത്മീയ ബന്ധനങ്ങളാവാം ഇന്ന് നിങ്ങളുടെ വീട്ടിൽ അലറിക്കരയുന്നത്. എന്നാൽ ഈ തലമുറ ശാപങ്ങളെ മുഴുവൻ വേരോടെ പിഴുതെറിയാൻ സ്വർഗം നൽകുന്ന ഒരു വലിയ ആയുധമുണ്ട്. അതാണ് വിശുദ്ധ കുർബാനയുടെ അവസാനത്തിൽ വൈദികൻ നൽകുന്ന അന്ത്യ ആശീർവാദം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ ആശീർവാദം എങ്ങനെയാണ് നിങ്ങളുടെ പൂർവികരെയും നിങ്ങളുടെ മക്കളെയും സുഖപ്പെടുത്തുന്നതെന്ന്, അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയാനകരമായ രഹസ്യങ്ങളെക്കുറിച്ചും ഒന്ന് നോക്കാം. ഇത് കേട്ട് കഴിയുമ്പോൾ വൈദികൻ ആശീർവാദം തരുന്നതിന് മുൻപ് ഒരു അടി പോലും നിങ്ങൾ ചലിക്കില്ല. വീഡിയോ മുഴുവനായും ശ്രദ്ധയോടെ കാണുക. ഈ വലിയ ആത്മീയ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് തലമുറകളായി കെട്ടിക്കിടക്കുന്ന സകല ശാപങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വലിയൊരു വിടുതൽ ആഗ്രഹിക്കുന്നവർ നിമിഷം തന്നെ താഴെ കമന്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരമൊന്ന് എഴുതുക: കർത്താവേ, അങ്ങയുടെ ആശീർവാദത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും തലമുറകളെയും വിശുദ്ധീകരിക്കണമേ. നിങ്ങളുടെ ഈ പ്രാർത്ഥന നിങ്ങളുടെ ഭവനത്തിന് വേണ്ടിയുള്ള വലിയൊരു അത്ഭുതങ്ങൾക്ക് വഴിമാറട്ടെ. കുർബാനയുടെ അവസാനത്തിൽ വൈദികൻ കൈകൾ ഉയർത്തി നിങ്ങളെ ആശീർവദിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ അത്ഭുതം അതൊരു സാധാരണ യാത്രയയപ്പല്ല, വലിയൊരു നിയോഗമാണ്. എല്ലാവരും കരുതുന്നത് കുർബാന കഴിഞ്ഞോ ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാം എന്നാണ്. അല്ല സഹോദരങ്ങളെ, ആ നിമിഷത്തിൽ വൈദികൻ നിൽക്കുന്നത് സാക്ഷാൽ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കൈകൾ ക്രിസ്തുവിൻ്റെ കൈകളാണ്. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് വൈദികൻ പറയുമ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും പൂർവികരുടെയും മുകളിലേക്ക് സ്വർഗത്തിൽ നിന്ന് വലിയൊരു ആത്മീയ കവചം ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള സകല തകർച്ചകളെയും അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ സ്വർഗം ഇടപെടുന്ന സമയമാണിത്. പഴയ നിയമം മുതൽ പുരോഹിതന്മാർ വഴി ദൈവം നൽകുന്ന ഈ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണ കാണിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. അതെ, ആ നിമിഷം നിങ്ങൾ തല കുനിച്ച് കുരിശു വരയ്ക്കുമ്പോൾ ലോകത്തിലെ ഒരു ദുർമന്ത്രവാദത്തിനും തകർക്കാൻ കഴിയാത്ത വലിയൊരു സീൽ നിങ്ങളുടെ നെറ്റിയിൽ ദൈവം പതിപ്പിച്ചു നൽകുകയാണ്. രണ്ടാമത്തെ അത്ഭുതം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ആവർത്തിച്ചു വരുന്ന പാപങ്ങളെയും ശാപങ്ങളെയും ഈ ആശീർവാദം വേരോടെ പിഴുതെറിയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില കുടുംബങ്ങളിൽ തുടർച്ചയായ ആത്മഹത്യകൾ, തുടർച്ചയായ അസുഖങ്ങൾ, മാറാത്ത കടബാധ്യതകൾ, ഓരോ തലമുറയിലും ഇങ്ങനെ അത് പിന്തുടർന്നു പോകുന്നു. ഇതൊന്നും ഒരു യാദൃച്ഛികതയല്ല. നിങ്ങളുടെ കുടുംബവൃക്ഷത്തിൽ പിശാചിട്ടിരിക്കുന്ന ഒരു ചങ്ങലയാണത്. എന്നാൽ വിശുദ്ധ കുർബാനയുടെ അന്ത്യ ആശീർവാദം സ്വീകരിക്കാൻ നിങ്ങൾ ഭക്തിയോടെ നിൽക്കുമ്പോൾ ആ ദിവ്യ വെളിച്ചം നിങ്ങളുടെ കുടുംബ ചരിത്രത്തിലെ ഇരുട്ടറകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. നിങ്ങളുടെ പൂർവികർ ചെയ്തു വെച്ച സകല ശാപങ്ങളുടെയും സകല ഭാരങ്ങളും ഉരുകി ഒലിക്കാൻ തുടങ്ങും. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. അതെ, കാൽവരിയിലെ ആ വലിയ ബലിയുടെ യോഗ്യതയാൽ നിങ്ങളുടെ കുടുംബത്തിലെ ശാപങ്ങളെ ദൈവം പൊട്ടിച്ചെറിയുന്നു. ആ ആശീർവാദം വാങ്ങാതെ നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഈ ശാപങ്ങൾ വീണ്ടും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ രഹസ്യം, ഇത് നിങ്ങളുടെ കുടുംബത്തിലെ സമാധാനത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. തകർന്നുപോയ കുടുംബ ബന്ധങ്ങളെ ഈ ആശീർവാദം വീണ്ടും കൂട്ടിയിണക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ സ്വത്തിൻ്റെ പേരിൽ വർഷങ്ങളായി പിണങ്ങി കഴിയുന്ന സഹോദരന്മാരുണ്ടാകാം, അല്ലെങ്കിൽ പിണങ്ങി നടക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകാം. നിങ്ങൾ കുർബാന കഴിഞ്ഞ് ആശീർവാദം സ്വീകരിക്കാൻ
നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു നിയോഗം വെക്കണം. കർത്താവെ, ഇപ്പോൾ എനിക്ക് ലഭിക്കുന്ന ഈ ആശീർവാദം എന്നോട് പിണങ്ങി നിൽക്കുന്ന സഹോദരന് വേണ്ടി, അല്ലെങ്കിൽ എന്നോട് പിണങ്ങി നിൽക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ആ ആശീർവാദം ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഒരു വലിയ അത്ഭുതം സംഭവിക്കുകയാണ്. എത്ര ദൂരെ ഇരിക്കുന്ന സഹോദരനാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അവരുടെ ഹൃദയത്തിലേക്ക് സ്വർഗം അദൃശ്യമായ ഒരു കൃപയുടെ കിരണം അയക്കും. അവരുടെ ഉള്ളിലെ വെറുപ്പും ദേഷ്യവും പതിയെ അലിഞ്ഞ് ഇല്ലാതെയാകും. സങ്കീർത്തനം പറയുന്നു, സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹം അനന്തമായ ജീവിതവും പ്രദാനം ചെയ്യുന്നത്. സങ്കീർത്തനം 133 മുതൽ 3 വരെ. നിങ്ങളുടെ തലമുറകളിലെ ബന്ധങ്ങൾ വിശദീകരിക്കപ്പെടണമെങ്കിൽ ഈ അന്ത്യ ആശീർവാദം നിങ്ങൾ ബോധപൂർവം സ്വീകരിക്കണം. 4ാമത്തെ അത്ഭുതം വളരെ മനോഹരമാണ്. ഈ ആശീർവാദം നിങ്ങൾ സ്വീകരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട് ഒരു ഗാർഹിക സഭയായി മാറുകയാണ്. നിങ്ങൾ പള്ളിയിൽ നിന്ന് ആ വലിയ അനുഗ്രഹവും വാങ്ങി നിങ്ങളുടെ വീടിൻ്റെ പടി കടക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല വരുന്നത്. പുളിമാവ് മാവിലിടുമ്പോൾ ആ മാവ് മുഴുവൻ പുളിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തിലുള്ള ആ സ്വർഗീയ കൃപ നിങ്ങളുടെ വീടിൻ്റെ എല്ലാ മൂലകളിലേക്കും വ്യാപിക്കുകയാണ്. ആ നിമിഷം അവിടെയുള്ള അന്ധകാര ശക്തികളെല്ലാം പുറത്തേക്ക് പോകും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്കുമേൽ വലിയൊരു സംരക്ഷണമായി ആ ആശീർവാദം മാറും. അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളം ആകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. സഹോദരങ്ങളെ, ഒരിക്കലും അന്ത്യ ആശീർവാദം സ്വീകരിക്കാതെ തിരികെ വരാൻ പാടില്ല. വലിയ സ്വർഗീയ നന്മകളാണ് നമ്മൾ ഒഴിവാക്കി വരുന്നത്. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നമ്മൾ വലിയൊരു തീരുമാനമെടുക്കുക. വലിയ വിശ്വാസത്തോടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലാം. കേട്ട വചനത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം ഓരോരുത്തരോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ ആവശ്യങ്ങളോടും ഇരിക്കുമാറാകട്ടെ.